പിന്നീട് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ചോദിച്ചാലും ഞാൻ തന്നാലല്ലേ. ആ അപ്പൊ എനിക്കോ? ഏയ് ഒന്നുമില്ല, നല്ല എരിവ്. ഞങ്ങള് വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഈ ഹോട്ടലിലൊക്കെ ചെന്നിരിക്കും പോലെ ആരും തമ്മിൽ അങ്ങനെ സംസാരിക്കാറില്ല. ഈ ടേബിൾ മാനേഴ്സൊക്കെ പാലിച്ച്, അല്ലാതെ സഹോദരിമാർക്കൊന്നും വാരി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ ചിലപ്പോൾ എനിക്ക് വാരിത്തരും. അച്ഛൻ നാട്ടിൻപുറത്തല്ലേ വളർന്നത്, അതുകൊണ്ടായിരിക്കും. സാർ കഴിക്കേ. നീ ഇത് ചീകി വെക്കാറില്ലേടി? ഞാൻ ചീകി കൊടുക്കാന്ന് പറയും. പിടിച്ചിരുത്തിയ എന്നെയും കൊഞ്ഞനും കുത്തിയിട്ട് എണീറ്റോടും. ചേച്ചി ചീകും പോലെയൊന്നുമല്ല, കാർത്തു ചീകുമ്പോ തല വേദനിക്കും. പിന്നെ ചേച്ചി വെണ്ണ പുരട്ടിയിട്ടല്ലേ ചീപ്പ് തലേ വെക്കുന്നേ. എടി, നിങ്ങള് പിന്നെ നമ്മുടെ തെങ്ങന്തോപ്പിൽ പോയോ? എന്തിന്? എന്തിനാന്നോ? നമ്മൾ എത്ര കൊല്ലം താമസിച്ച സ്ഥലമാടി. എനിക്കൊന്ന് കാണാൻ പോവാൻ തോന്നുന്നു. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്കിപ്പോ ആ സ്ഥലം കാണുന്നതേ കലിയ. ഞാൻ എപ്പോഴെങ്കിലും അതുവഴി പോയാ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. ഹാ, ഇതിനെയാണ് നന്ദി കേടെന്ന് പറയുന്നത്. പിച്ചു, നമുക്കൊന്ന് തെങ്ങന്തോപ്പ് വരെ പോവാടി. ആ, പോയേക്കാം. ചേച്ചി വേണ്ട. ചേച്ചി അവിടെ ചെല്ലുമ്പോ മിക്കവാറും ആ കാർത്തികേയൻ അവിടെ കാണും. അയാള് പിന്നെ എന്തെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത്. പിന്നെ കാർത്തികൻ എല്ലാ ദിവസവും അവിടെ നിക്കാൻ പോവല്ലേ? എനിക്കൊന്ന് പോണോടി. എല്ലാം ഒന്ന് നോക്കി നടന്ന് കാണണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജീവിച്ചിരുന്ന വീടും ആ തെങ്ങന്തോപ്പൊക്കെ സ്വപ്നം കാണാറുണ്ട്. ഞാനും കാണാറുണ്ട് ചേച്ചി. ആ, എന്നിട്ട് നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇയാളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അതിനും ചീത്ത പറയും. സൂര്യ സാർ എവിടെ? സൂര്യ സാർ വണ്ടി എടുത്ത് ഇറങ്ങുന്നതേ ഉണ്ടു. അപ്പൊ ബാറിലേക്കാവുമല്ലേ ചേച്ചി? ഓടി അവിടുന്ന്. സാർ ഇവിടെ ചുറ്റിക്കറങ്ങാൻ വല്ലതും പോയതായിരിക്കും. സാറിന് വല്ലാത്ത മാറ്റമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ സാറാ കുടുംബത്തിൽ ജനിച്ച മാതിരി തോന്നേയില്ല, അല്ലേ കാർത്തു? എനിക്ക് ഈ കാശുകാർ എന്ത് കാണിച്ചാലും വിശ്വാസക്കുറവാ. സൂര്യ സാറ് ചിലപ്പോ കരുതിക്കൂട്ടി അങ്ങനെയൊക്കെ കാണിക്കുന്നതാണെങ്കിലോ? അല്ലടി, സൂര്യ സാറിന്റെ മനസ്സ് നല്ലതാ. ആ, ചേച്ചിക്ക് ഇപ്പൊ സൂര്യ സാറിനെ വലിയ ഇഷ്ടാ. നല്ല മനുഷ്യരെ എല്ലാവർക്കും ഇഷ്ടല്ലേ? അതുപോലെ. അപ്പോ സാറിനോട് പ്രേമൊന്നുമില്ലേ? അയ്യോടാ, പ്രേമം അന്വേഷിക്കുന്ന ഒരു പ്രായം കണ്ടില്ലേ? ഇതാണോ നീ സ്കൂളിൽ ചെന്നിട്ട് പഠിക്കുന്നേ? അവളുടെ നോട്ട്ബുക്കിലെ ഒരു പയ്യന്റെ പേരൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടു ചേച്ചി. അയ്യോ നോണ, അതെന്റെ നോട്ട്ബുക്ക് ഒന്നുമല്ല. ഞാൻ അന്നൊരു ദിവസം ക്ലാസ്സിൽ പോയില്ലെന്ന് ചേച്ചിയോട് പറഞ്ഞില്ലേ? അന്ന് ഞാൻ നിവേദിന്റെ നോട്ട്ബുക്ക് വാങ്ങിയതാ നോട്ട് എഴുതാൻ. അവന്റെ ബുക്കി പിന്നെ അവന്റെ പേരുണ്ടാവില്ലേ? എനിക്കറിഞ്ഞൂടെ അവള് നോണ പറയുന്നതാണോ ഇല്ലയോന്ന് ചേച്ചി അങ്ങ് നോക്കിയാ മതി. ഇവള് നോണയൊന്നും പറയില്ലടി.
ആ നീ വാ നമുക്ക് പോ. ദാ, എന്നാ നിങ്ങൾ പൊക്കോ, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. ഈ പട്ടാപ്പകലോ കൊല്ലും നിന്നെ ഞാൻ. മുത്തശ്ശിയുടെ കൂടെ ഇരുന്നിട്ട് എന്തൊക്കെയാ ജോലി എന്ന് വെച്ചാൽ ചെയ്തു തീർത്തോളണം. ഞങ്ങളിപ്പോ വരാം. വാടി. ഏ, ഷോ, എത്ര നന്നായിട്ട് കായ്ച്ചിരുന്ന തെങ്ങ ഇപ്പൊ നിൽക്കുന്ന കോലം കണ്ടോ? ഇവരിതിന് വളമൊന്നും ഇടുന്നില്ലേ? ഇതുകൊണ്ടാ കാർത്തു പറഞ്ഞത് ചേച്ചി എങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ചേച്ചി ഇതിന് വളം ഇടാൻ പോവാണോ? ഏയ് ഇല്ലടി. സൂക്ഷിച്ചു നടക്ക്. എടി, നിനക്ക് ഈ തെങ്ങിന്റെ കഥ അറിയോ? കഥയോ? ആ, ഒരു ദിവസം ഞാനും അച്ഛനും പുറത്തു പോയിട്ട് വരുമ്പോഴേ വഴിയിലൊരു സ്ഥലത്ത് ഒരു വീടിന്റെ അടുത്ത് കുറച്ച് തേങ്ങ കിടക്കുന്നു. അതിൽ ഒരെണ്ണം മുളച്ചിരിക്കുന്നു. ഞാനത് ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ചോദിക്കണ്ട, അവരത് തരാൻ പോകുന്നില്ലാന്ന്. ഞാൻ കയറി ഇങ്ങ് ചോദിച്ചു, അവരത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എടുത്തോണ്ട് വെച്ചതാ ഇത്. പക്ഷേ വച്ചത് നമ്മളാണെങ്കിലും ഉപകാരം കാർത്തികേയനായി. അതല്ലേ ഗുണപാഠം. സ്കൂളിലെ ടീച്ചർമാര് പറയുന്ന കഥയൊക്കെ കേട്ട് ഗുണപാഠമൊക്കെ പറയാൻ പഠിച്ചില്ലേ? നീ വാ. കണ്ടോടി, എന്റെ വര പറഞ്ഞിട്ട് ചെയ്തതാ. പിന്നെ ചേച്ചി വന്നു ആരെങ്കിലും തെങ്ങിന് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അതറിഞ്ഞ് തെങ്ങ് ഒരുങ്ങി നിന്നതാവും തേങ്ങ തള്ളിയിടാൻ. നീ പോടി അവിടുന്ന്. അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. നിനക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന തല്ലിപ്പൊളി കാര്യങ്ങളല്ലേ അറിയൂ. ആരാ പറഞ്ഞത് തല്ലിപ്പൊളി കാര്യങ്ങളാണെന്ന്? അതിലുള്ള കാര്യങ്ങൾ ഞാൻ ചേച്ചിയോടൊന്ന് ചോദിക്കട്ടെ? വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്തായാലും ഈ നാളികേരം എന്റെ കയ്യിലിരിക്കട്ടെ. ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ സമ്മാനമല്ലേ.